നിവിൻ പോളി ആസ് എ ഫാദർ പിള്ളേരുടെ എല്ലാ കാര്യം നോക്കുന്നത് റിന്നയാണ്. കംപ്ലീറ്റ് ക്രെഡിറ്റ് സ്വാഭാവികം. ഗോസ് ടു റിന്നയാണ്. കാരണം നമ്മൾ ഷൂട്ട് കഴിഞ്ഞ് വരുന്ന സമയം അവരുടെ കൂടെ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. അപ്പൊ എന്ത് തോന്നിയാൽ കാണിച്ചാലും സമ്മതിക്കും. അങ്ങനില്ല, ഒരു ലൈൻ നമ്മൾ വരച്ചിട്ടുണ്ട്, അതിനപ്പുറത്തേക്ക് പോയാൽ സ്ട്രിക്റ്റ് ആണ്. ഇപ്പുറത്താണെങ്കിൽ പോട്ട് കാര്യമില്ല. അവരിൽ നിന്ന് എന്തെങ്കിലും പഠിക്കാൻ തോന്നിയിട്ടുണ്ടോ കുട്ടികളുടെ? അല്ല, ഇപ്പോഴത്തെ ജനറേഷൻ കംപ്ലീറ്റ്ലി നമ്മൾ വളരുന്ന പോലെയല്ലോ. അവര് കംപ്ലീറ്റ് ഓപ്പൺ ആണ്, ഫ്രീ ആണ്, അവർ ഓപ്പൺ ആയിട്ട് സംസാരിക്കും. അവർ നുണ പറയാൻ ഇഷ്ടപ്പെടുന്നതല്ല. ചില സമയത്ത് നമ്മൾ ഒരു ടീച്ചറിൻ്റെ അടുത്ത് പറയാൻ നാളെ ഇല്ല, നമ്മളിങ്ങനെ പോകാനുള്ള ഇല്ല നുണ പറയേണ്ട കാര്യമില്ല. അല്ല, അപ്പോൾ അത് പറഞ്ഞാൽ ടീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ അത് യു ഗൈസ് മാനേജ്, അത് നിങ്ങൾ മാനേജ് ചെയ്യും, നിങ്ങൾ പാരൻസ് ആണല്ലോ, അപ്പോൾ നിങ്ങൾ മാനേജ്. ഞാൻ നുണ പറയുന്നത് ഞാൻ നുണ പറയില്ല. 3-4 പ്രാവശ്യം ഇതിങ്ങനെ പല പല സിറ്റുവേഷനിൽ ലേറ്റ് ആയപ്പോൾ അത് സ്കൂളിൽ പോകാൻ ലേറ്റ് ആവാണ്. ഇല്ല, ഞാൻ ഉള്ളത് പറഞ്ഞോളാം. അപ്പോൾ ഇതൊക്കെ നൈസ് പരിപാടിയാണ്, വാല്യൂസ് ഉണ്ട് എന്നുള്ളതാണ്. അവരുടെ പഠിപ്പിലൊക്കെ ശ്രദ്ധിക്കാറുണ്ടോ? ഇല്ല, കാരണം ഞാൻ ആ ഏരിയയിൽ അത്ര അറിവില്ലായ്മയിൽ നമ്മൾ കയറി ഒരുപാട് കിടന്ന് ഇതാവുന്നല്ലോ നല്ലത്. ചില സമയത്ത് റിന്ന ആ ഹിന്ദി പഠിപ്പിക്കാനൊക്കെ പറയും. ഈശ്വര, ഹിന്ദി പഠിപ്പിച്ചു തുടങ്ങുമ്പോൾ റിന്നേനെ ബുക്ക് എടുത്തിട്ടു ഞാൻ തന്നെ പഠിപ്പിക്കാം, അതാണ് നല്ലത്.